ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു ഐഷൂസ് വേൾഡ്. അപ്പൊ ദാ നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഇന്ന് എത്തിക്കുന്ന 3 ഫ്ലിപ്കാർട്ട് പ്രൊഡക്റ്റ് കൊണ്ടാണ്. ഇത് 3ഉം സൽവാർ സെറ്റാണ്. അതായത് നമുക്ക് പാൻറ്റും ടോപ്പും ഷോളും ഒരുമിച്ച് കിട്ടുന്ന സെറ്റാണ്. ഇത് 3ഉം അണ്ടർ 1000 റുപ്പീസിൽ വരുന്നതാണ്. അപ്പൊ ദാ നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാലോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് പാൻറ്റും ടോപ്പും ഷോളും കൂടി വരുന്ന സെറ്റാണ്. ഇതാണ് നമ്മുടെ പാൻറ് വന്നിട്ട്. ഇതൊരു ഇൻഡിഗോ പ്രിന്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരെണ്ണമാണ്. എങ്ങനെയാണ് ഷോള് വരുന്നത്? ഇങ്ങനെയാണ് ടോപ്പ് വരുന്നത്. ബാക്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ടൈ ഓപ്ഷൻ ഉണ്ട്. ബാക്കിൽ നമുക്ക് ടൈ ചെയ്യാനും പറ്റും. പിന്നെ സ്ലിറ്റ് ഉള്ള ഒരു കുർത്തയാണ് ഗൈസ്. അപ്പൊ ഇതാണ് നമ്മുടെ ഇൻഡിഗോ പ്രിന്റ് വന്നിട്ടുള്ള ഫ്ലിപ്കാർട്ടിൽ നിന്ന് 5 സൽവാർ സെറ്റ്. ഫസ്റ്റ് വേർഷന് ശേഷമുള്ളൊരു റിവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒട്ടും തന്നെ നല്ല അഭിപ്രായമില്ല. കാരണം നല്ലോണം കളർ ഇളകി. ഞാൻ 2 പ്രാവശ്യം വാഷ് ചെയ്തിട്ടാണ് ഇപ്പം ഇട്ടിരിക്കുന്നത്. 2 പ്രാവശ്യം വാഷ് ചെയ്തിട്ടും നല്ല രീതിക്ക് തന്നെ കളർ ഇളകിയിട്ടുണ്ടായിരുന്നു. ഇനി ഈ പ്രിന്റിന്റെ പ്രത്യേകതയാണോ അതോ ഇത് 500 ബിലോ വന്നിട്ടുള്ള കുർത്തയാണ്, പിന്നെ ആ റേറ്റിന്റെ വ്യത്യാസം കൊണ്ടുള്ളതാണോ എന്നറിയില്ല. കാണാൻ നല്ല ഭംഗിയുണ്ട്, ഇട്ട് കഴിഞ്ഞാൽ നല്ലതാണ്. സ്ലീവ്ലെസ് വന്നിട്ടാണ്. നെക്ക് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു നെക്കാണ്. എനിക്ക് നെക്കിൽ കുറച്ചൊരു ഡിഫക്റ്റ് ആയിട്ട് തോന്നിയത് നെക്ക് കുറച്ച് ഇറങ്ങിയിട്ടാണെന്ന് എനിക്ക് തോന്നിയത്. അല്ലാണ്ട് പിന്നെ ബാക്കിൽ നമുക്കൊരു കെട്ടും വന്നിട്ടുണ്ട്. അല്ലാണ്ട് ഇത് ഓക്കെയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓക്കെ, നമുക്ക് ഇനി അടുത്ത പൊട്ടിക്കാം. നമ്മുടെ അടുത്ത സെറ്റ് മുന്നേ കാണിച്ചത് നമുക്ക് ഒരു കാഷ്വൽ വെയർ ആയിട്ട് ഉപയോഗിക്കാം. ആക്സസറൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനെ ഒരു ഫങ്ഷൻ വെയർ ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇതും അതുപോലെ തന്നെ നമുക്ക് കുറച്ചൊരു ഫോർമൽ ആയിട്ടും അതുപോലെ തന്നെ നമുക്കൊരു ഫങ്ഷൻ വെയർ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അത്യാവശ്യം ലെങ്ത്തിൽ കിടക്കുന്ന ഒരു കുർത്തയാണ്. നമുക്ക് ഇതിന്റെ നെക്ക് വന്നിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റൗണ്ട് നെക്ക് ആണ് വരുന്നത്. ഇങ്ങനെയാണ് അതിന്റെ ഷോളിന്റെ പ്രിന്റ് വരുന്നത്. പിന്നെ ബോട്ടം വന്നിട്ട് ഇങ്ങനെ നല്ലൊരു പ്രിന്റ് ഒക്കെ ആയിട്ട് വൈറ്റിൽ ഒരു ബ്ലൂ ഫ്ലവർ പ്രിന്റ് ഒക്കെ ആയിട്ട് വരുന്ന ബോട്ടമാണ്. നമുക്ക് ഇത് നമുക്ക് മിക്സ് ആൻഡ് മാച്ച് ചെയ്തിടാനാണെങ്കിലും പെർഫെക്റ്റ് ഓപ്ഷൻ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതായത് സ്ലിറ്റ് ഒക്കെ ഉള്ള ഒരു പാൻറ്റാണ്. ഇതിനകത്ത് വരുന്ന നമുക്കൊരു ലേസ് വർക്ക് കണ്ടോ, ലേസ് വർക്ക്സ് പോലെ വന്നിട്ടുണ്ട്. ഇത് കാണുന്ന ഡ്രസ് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ലേസ് വർക്ക് ഉണ്ട്, ഇവിടെ നമുക്ക് ലേസ് വർക്ക് പോലെ വന്നിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ ഷോളും. ഫസ്റ്റ് വാഷിന് ശേഷമുള്ള ഒരു റിവ്യൂ പറയാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ഓൾറെഡി അവർ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതായത് ഫസ്റ്റ് വാഷ് ചെയ്യുമ്പം ഇതിന് കുറച്ച് നൂല് വാങ്ങാനും അതുപോലെ തന്നെ കളർ പോകാനും ചാൻസ് ഉണ്ട് എന്നുള്ളത്. അത് ശരിയാണ്, കുറച്ച് നല്ല കളർ പോയിട്ടുണ്ടായിരുന്നു. ഈ കുർത്ത ടോപ്പിനാണ് കളർ പോയത്. പാൻറ്റും ഷോളും ടോപ്പും സെപ്പറേറ്റ് ആയിട്ട് വാഷ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഷോളും പാൻറ്റും വന്നിട്ട് വൈറ്റ് കളറാണ്, കുർത്ത ടോപ്പ് ആകുമ്പോൾ ബ്ലൂ കളറാണ്. അപ്പം ഫസ്റ്റ് മേടിച്ച് തന്ന് എൻ്റെ ഡിപ്രഷൻ ആവാതിരിക്കണമെങ്കിൽ നിങ്ങൾ മാക്സിമം സെപ്പറേറ്റ് ആയിട്ടൊന്ന് വാഷ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. മേടിച്ച 3 എണ്ണത്തിലും എനിക്ക് ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്തത് ഇതാണ്. ബാക്കിയുള്ളതിൽ ഒരു ഡാർക്ക് ബ്ലൂ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ആ ഡാർക്ക് ബ്ലൂ ആണ് ഏറ്റവും ബെസ്റ്റ്. പിന്നെ എനിക്ക് തേർഡ് ഒപ്പീനിയൻ ആയിട്ട് എനിക്ക് ആ ഒരു ഇൻഡിഗോ പ്രിന്റ് വരുന്നതിനെ പറയാൻ പറ്റത്തുള്ളൂ. കാരണം ഇൻഡിഗോ പ്രിന്റ് വരുന്നത് ശരിക്കും നല്ല രീതിയിൽ കളർ ഇളകുന്നുണ്ട്. സോ അത് നിങ്ങൾ വാഷ് ചെയ്യുമ്പോൾ വൈറ്റിന്റെ കൂടെ ഇട്ട് വാഷ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. സെപ്പറേറ്റ് ആയിട്ടൊന്ന് വാഷ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അതാണ് എനിക്ക് അത്ര ഇഷ്ടപ്പെടാത്തൊരു ഡ്രസ്സ്. ഇത് എനിക്ക് സെക്കൻഡ് ഒപ്പീനിയൻ ആണ്. ആൻഡ് ഫൈനൽ പ്രൊഡക്റ്റ് ഇതാണ്. സോ ഇതെങ്ങനെയുണ്ട് നോക്കാം. സ്വിക്കിൻസ് വർക്ക് ഒക്കെ ഉണ്ട്. ഒരു ലേസ് വർക്ക് പോലെ സൈഡിലും കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഒരു ഫങ്ഷൻ വെയർ ഒക്കെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. കയ്യിലും ഇങ്ങനെ വന്നിട്ടൊരു പ്രിന്റ് ഉണ്ട്. ഇത് അത്യാവശ്യം നല്ലൊരു ലെങ്ത് കിടക്കുന്ന സൽവാർ തന്നെയാണ്. ഹാൻഡ് കൊടുത്തിരിക്കുന്ന അതേ വർക്ക് തന്നെ നമുക്ക് ഷോളിലും വന്നിട്ടുണ്ട്. ഒപ്പം ലേസ് വർക്കും ഉള്ള ഒരു നെറ്റ് ഷോളാണ് ഗൈസ്. നെറ്റ് ഷോൾ അത്യാവശ്യം നല്ലൊരു പ്രൊഡക്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇതാണ് അതിന്റെ പാൻറ് വരുന്നത്. പാൻറിൽ അതേ ഡിസൈൻ തന്നെ അതിന്റെ ബോട്ടം കൊടുത്തിട്ടുണ്ട്. ഇത് സ്ലിറ്റ് ഇല്ലാത്ത പാൻറ് ആണ്. പിന്നെ എനിക്ക്
പാൻറ്റിന് കുറച്ച് ലെങ്ത് കൂടി പോയതുപോലെ തോന്നുന്നുണ്ട്. ഞാൻ ഓർഡർ ചെയ്ത എല്ലാം 3ഉം സ്മോൾ സൈസ് ആണ്. പക്ഷെ പാൻറ്റിന്റെ ലെങ്ത് എനിക്ക് ഇതിനകത്ത് കുറച്ച് കൂടുതലായിട്ട് തോന്നി. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഇവിടെ ഇങ്ങനെ വർക്ക് വരുന്നത് കൊണ്ടുള്ള ഒരു പ്രശ്നമുണ്ട്. പിന്നെ ഒന്ന് ഷേപ്പ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ലതായിരിക്കും. നമുക്ക് ടോപ്പിൽ ഇങ്ങനെ ഒരു വർക്ക് വന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് പാൻറ്റിൻ്റെ ബോട്ടോ ഇങ്ങനെ ഒരു വർക്കാണ് വന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു വർക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നെറ്റിൻ്റെ ഷോളിലും നമുക്കിങ്ങനെ അറ്റത്തൊരു ലേസ് വർക്ക് പോലെ വന്നിട്ടുണ്ട്. നമുക്ക് യങ്സ്റ്റേഴ്സ് ആണെങ്കിലും കുറച്ച് പ്രായമുള്ളവർക്കാണെങ്കിലും ഒരേപോലെ തന്നെ പെയർ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കുർത്തയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കോട്ടൺ ബ്ലെൻഡ് മെറ്റീരിയലാണ്, അത്യാവശ്യം നല്ല സ്റ്റിഫായിട്ടുള്ളൊരു മെറ്റീരിയലാണ്. പിന്നെ നമുക്കിതിനകത്ത് വർക്ക് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് കാഷ്വൽ വെയർ ആയിട്ടും ഫങ്ഷൻ വെയർ ആയിട്ടും ഈക്വലി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കുർത്തയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ എന്താ പറയുക, എനിക്ക് ആഫ്റ്റർ വാഷുള്ള എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ എനിക്ക് 100% റിസൾട്ട് തന്നെയാണ്. കാരണം ഒട്ടും തന്നെ കളർ ഇളകിയിട്ടില്ല. സോ വെറുതെ പ്രൈസ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. 3 കുർത്തയിൽ നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ഇതിൻ്റെ 3 ഇനത്തിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവർക്ക് മേടിക്കാം. എല്ലാം 1000 ബിലോ ഉള്ള കുർത്തയാണ്. പക്ഷെ മെറ്റീരിയൽ വൈസ് ആണെങ്കിലും എല്ലാം തന്നെ നല്ലതാണ്, നല്ല അഭിപ്രായം തന്നെയാണ്. എനിക്ക് അത്ര നല്ല അഭിപ്രായം ഇല്ലാത്തത് ഇൻഡിഗോ പ്രിന്റ് മാത്രമേ ഉള്ളൂ. ബാക്കി രണ്ടും എനിക്ക് ഓക്കെ ആണ്, നല്ലതായിട്ട് തന്നെയാണ് ഫീൽ ചെയ്തത്. സോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, കമന്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു ഐഷൂസ് വേൾഡ്. സോ ഇനി ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് താല്പര്യമുണ്ട്, നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസ് കാണാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു കമന്റ്. അപ്പം അതിനനുസരിച്ച് എനിക്ക് വീഡിയോസ് ചെയ്തിടാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇനി ഒന്നുമില്ല, അടുത്ത വീഡിയോ വരെ ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ.